അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആത്മവിശ്വാസത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പിലെ ഏക വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിത. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായി യൂണിഫോം സേനയിൽ ഉദ്യോഗം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റോൾ മോഡൽ ആവുകയാണ് ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിത. 2014 സിവിൽ എക്സൈസ് ഓഫീസറായി ജോലിക്ക് കയറിയ സജിത 2019 എക്സൈസ് ഇൻസ്പെക്ടറാവുന്നത്. സംസ്ഥാന എക്സൈസ് വകുപ്പിലെ ഏക വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന പ്രത്യേകത ഒ സജിതയ്ക്കുണ്ട്. ഞാൻ എക്സൈസ് വകുപ്പിൽ 2020 ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഇപ്പോൾ പാലക്കാട് ജില്ലയിലുമാണ് ജോലി ചെയ്ത് വന്നിട്ടുള്ളത്. മുൻപ് ഞാൻ സർക്കാർ സർവീസിലുണ്ടായിരുന്നില്ല, എക്സൈസിൽ തന്നെയായിരുന്നു ജോലി ആരംഭിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലക്കാരിയാണ്. മാരേജിന് ശേഷം പാലക്കാട് ജില്ലയിലാണ് താമസിച്ചു വരുന്നത്. എക്സൈസ് വകുപ്പിലേക്ക് ഞാൻ 2014 ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സൈസ് വകുപ്പിൽ വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിലേക്ക് വനിതകൾക്കും ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞത് 2016 നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൽ അപേക്ഷിക്കാനും അതിൽ ജോയിൻ ചെയ്യാനും കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ വനിതാ ദിനമാണ് മാർച്ച് 8. സ്ത്രീകൾ ഒരു സമൂഹത്തിലെ വലിയൊരു വിഭാഗമാണ്. അവർ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഭാഗമല്ല. വരും തലമുറയിലെ സർക്കാർ ഉദ്യോഗം ആഗ്രഹിക്കുന്ന യൂണിഫോം സേനയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വനിതകളോടും ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കരുതെന്നും ഇൻസ്പെക്ടർ പറയുന്നു. ഞാൻ വിവിധ സർക്കാർ ജോലികൾക്ക് അപേക്ഷിക്കുന്നത് പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനും അതുപോലെ തന്നെ +2 ലെവൽ എക്സാമുകൾക്കും എല്ലാം അപേക്ഷിച്ചു. അതുപോലെ എഴുതിയൊരു ടെസ്റ്റ് തന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത്. അതിനുശേഷം ഞാൻ ജോലി കിട്ടിയപ്പോൾ ജോയിൻ ചെയ്തു. ആദ്യ നിയമനം എനിക്ക് തൃശ്ശൂർ ഡിവിഷനിലായിരുന്നു. തൃശ്ശൂർ റേഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്. അതിനുശേഷം ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2 റേഞ്ചുകളിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തത്. മലപ്പുറം ജില്ലയിലാണ് ആദ്യമായിട്ട് ജോലി ആരംഭിച്ചത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് എൻ്റെ എല്ലാ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. യൂണിഫോം വകുപ്പ്, എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെയധികം കാലിക പ്രാധാന്യമുള്ളൊരു വകുപ്പാണ്. സമൂഹത്തിന് വേണ്ടി ഏറ്റവും നന്മ ചെയ്യാൻ കഴിയുന്ന ഒരു വകുപ്പ് കൂടിയാണ്. കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ യുവതലമുറയാണ്. അവരെ വഴിതെറ്റിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും നമ്മുടെ എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ മാത്രമല്ല, വിമുക്തി എന്ന് പറയുന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടി എക്സൈസ് വകുപ്പ് ഈ തിരക്കിൻ്റെ ഇടയിൽ നടത്തി വരുന്നുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ചെറിയ പ്രായം തൊട്ടിപ്പോൾ UP സ്കൂൾ തലം തൊട്ടുള്ള കുട്ടികളെ വരെ നമ്മൾ ആ ഒരു വിപത്തിലേക്ക് പോകാതെ ശ്രദ്ധിച്ച് താങ്ങുമ്പോൾ ബാല്യം അമൂല്യം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അങ്ങനെ എല്ലാവിധ രംഗത്തുള്ള ആളുകളെയും ഈ ഒരു വിപത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കൂടി ഉള്ള വലിയ പ്രവർത്തനങ്ങളാണ് എക്സൈസ് വകുപ്പ് നടത്തി വരുന്നത്. അപ്പോൾ ഏതൊരു ആൾക്കും സമൂഹത്തിന് നന്മ ചെയ്യാൻ, ഒരു സർക്കാർ ജോലി എന്നതിലുപരി സമൂഹത്തിലേക്ക് നന്മ ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുകൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും ആ സന്ദേശം അവരുടെ നേരിട്ടല്ലാതെ അവരുടെ അവബോധ മനസ്സിലേക്ക് എത്തിക്കാനുള്ള വളരെയധികം പ്രവർത്തനങ്ങൾ എക്സൈസ് വകുപ്പ് നടത്തുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കുടുംബത്തിൻ്റെയും പൂർണ്ണ പിന്തുണയാണ് തൻ്റെ ജോലിക്ക് ആത്മവിശ്വാസം നൽകുന്നതെന്നും സജിത പറയുന്നു. റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരിയും എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടൊരു സർക്കാർ ജോലി എന്ന ഒരു ലക്ഷ്യം ഏതൊരു സാധാരണക്കാരനെ പോലെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചത്. 10 വർഷത്തോളം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും ഇത്തരം ലഹരി വസ്തുക്കളുടെ ഒരു വർധനവും അത് സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾ. ഇപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള എല്ലാവർക്കും ലഹരിയുടെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ഓഫീസ്, അതിലൊരു ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു CI അവരൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം ഒരു ഓഫീസ് ഒരിക്കലും മുൻപോട്ട് പോകില്ല. നമ്മളുടെ എല്ലാ ജീവനക്കാരുടെയും കൂട്ടായൊരു പ്രവർത്തനം കൊണ്ടാണ് ഓരോ കേസുകളായാലും ഓരോ ഓഫീസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഇത്രയും ഒരു കാലം ഈ ഒരു വകുപ്പിൽ ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ കഴിയുന്നത് എൻ്റെ സഹപ്രവർത്തകരുടെയും
ഉന്നത ഉദ്യോഗസ്ഥരുടെയും വളരെ അകമഴിഞ്ഞ സഹായം കൊണ്ടും അവരുടെ സഹകരണം കൊണ്ട് തന്നെയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഏതൊരു സർക്കാർ ജോലി 24 മണിക്കൂർ തന്നെയാണെങ്കിലും യൂണിഫോം ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടി ഒരു ഡെഡിക്കേഷൻ ആവശ്യമുള്ള ഒരു മേഖലയാണ്. അതിന് കുടുംബത്തിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഹസ്ബൻഡ്, മകൾ, ഹസ്ബൻഡിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും വളരെയധികം സപ്പോർട്ട് നൽകി വരുന്നുണ്ട്. കുടുംബത്തിന് സപ്പോർട്ടില്ലാതെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആർക്കും ഒരു ജോലിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരാനായിട്ട് സാധിക്കില്ല.